അത് വീണ്ടും വിശദാംശങ്ങളുമായി ചേരും. അനുമോദ്, വളരെ സാവധാനം മാത്രമാണ് ഈ വാഹനം കടന്നു പോകുന്നത്. ഒരുപക്ഷെ അത്രമേൽ പണിപ്പെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ആൾക്കൂട്ടമാണ് വാഹനത്തിന് മുന്നിലും പിന്നിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റാലി, ഈ റോഡ് ഷോ എത്ര കിലോമീറ്ററാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അതിൽ നിന്നൊരു വ്യത്യാസത്തിന് സാധ്യതയുണ്ടോ? എപ്പോഴേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, ഒരു മനുഷ്യ നദിയായിട്ട് രാഹുലിന്റെ റോഡ് ഷോ കൽപ്പറ്റയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ അതിന്റെ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റായ ഈ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന് മുൻപിൽ എത്തിച്ചേരും. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. എനിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുൻപ് പൈലറ്റായിട്ട് വരുന്ന പോലീസിൻ്റെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ഇതാ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ ഇതാ അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. നമുക്ക് ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എന്ത് സന്ദേശമായിരിക്കും വോട്ടർമാർക്ക് നൽകുക, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക, ഇടതുപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുമോ, അതോ BJPയുടെ വിമർശനങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകുമോ, അദ്ദേഹം വോട്ടർമാർക്ക് എന്ത് വാഗ്ദാനങ്ങളായിരിക്കും നൽകുക, എന്താണ് അദ്ദേഹത്തിന് 5 വർഷം ഇവിടുത്തെ MP എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമോ, എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പ്രധാനം. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവയ്ക്കുമെന്നുള്ള പ്രധാനം. അത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇതാ ഇവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ക്യാമറയുടെ മുമ്പിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അകമ്പടി വാഹനങ്ങൾ, അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഇതാ അതിന് പിന്നാലെ പോലീസിന്റെ വാഹനങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തകരുടെ വലിയ ഒരു നിര, ഒരു നദി പോലെ മുകളിലേക്ക് ഒഴുകുന്ന ഒരു നദി. അതുപോലെയാണ് രാഹുലിന്റെ ഈ റോഡ് ഷോയിലെ പങ്കാളിത്തത്തെ നമുക്ക് കാണാനാകുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഒരുപക്ഷെ കളക്ടറേറ്റിന് മുൻപിൽ അതിനും നിശ്ചയിച്ചതിനും അല്പസമയം മുൻപ് തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ ഈ നടപടിക്രമങ്ങൾ, നോമിനേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അല്പസമയം എടുത്തേക്കും. അതിന് 1 മണിയോടെ അദ്ദേഹം കളക്ടറേറ്റിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നിശ്ചയിച്ചതിലും വൈകിയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. പക്ഷേ നിശ്ചയിച്ചതിനേക്കാൾ വേഗത്തിൽ ഈ ഒരു കൊടുംചൂടിൽ റോഡ് ഷോയിൽ ആളുകൾ പങ്കെടുക്കുന്നത് അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് റോഡ് ഷോ നിശ്ചയിച്ചതിനേക്കാൾ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിന്റെ റോഡ് ഷോയുടെ അകമ്പടി വാഹനം ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ, രാഹുൽ ഗാന്ധിയുടെ വാഹനവും ഇവിടേക്ക് എത്തും. ഒരു വലിയ പ്രവാഹമായി പ്രവർത്തകരുടെ നിര ഇവിടെ കടന്നു പോവുകയാണ്. കൊടുംചൂടിനെ വകവയ്ക്കാതെ, ശാരീരിക ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധിയുടെ ചിത്രം കൈവശം ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകരുടെ ഒരു നിര ഇതിലൂടെ കടന്നു പോവുകയാണ്. ഇതിന് പിന്നിലായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനം കടന്നു വരുന്നത്. അതെ, വയനാടിന്റെ മധ്യം ജനനിബിഡമായിരിക്കുകയാണ്. കൽപ്പറ്റയുടെ ഈ തെരുവോരങ്ങളെ ജനനിബിഡമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇതാ ഇവിടെ കടന്നെത്തുകയാണ്. ഒരു വലിയ പ്രവാഹം പോലെ ആളുകളുടെ ഒഴുക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ഓരോ തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹം, അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ, അത് ഈ സമയത്തും വീണ്ടും നമ്മൾ കാണുകയാണ്, സാക്ഷിയാവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം അണിനിരക്കുമ്പോൾ കോൺഗ്രസിനും UDF-നും അത് നൽകുന്ന ആത്മവിശ്വാസം അതിരില്ലാത്തതാണ്. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെയും UDF-ന്റെയും വലിയ പ്രതീക്ഷയാണ്. 5 വർഷങ്ങൾക്കിപ്പുറം അതിന്റെ സ്വീകാര്യത
സ്വീകാര്യതയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ ഒരു കരിമ്പ് പോലും കുറവൊന്നുമില്ല എന്ന് കാണിക്കുവാൻ ഈ ശക്തി പ്രകടനമായ കോൺഗ്രസിനാകും. ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ 10,000-കണക്കിന് ആളുകളെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ സംസ്ഥാനത്തുടനീളം രാഹുൽ ഗാന്ധിയുടെ ഈ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതെ, രാഹുൽ ഗാന്ധിയുടെ ചിത്രം കൈവശമേന്തി പ്ലക്കാർഡുകളാക്കി ഈ മധ്യാഹ്നത്തിന്റെ ചൂടിലും ആളുകൾ നടന്നു നീങ്ങുകയാണ്. ആഘോഷമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ എതിരേൽക്കുന്നത്. 5 വർഷം മുൻപ് പോലെ വലിയ ആൾക്കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാഹുലിനെ േറ്റുകൊണ്ട് വർണ്ണക്കാവടികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ്. വയനാടിന്റെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും സ്വാഗതമോതുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധി സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം 2 തവണ ജോഡോ യാത്ര നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വയനാട്ടിലേക്ക്, സ്വന്തം തട്ടകത്തിലേക്ക്, സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണം വാദ്യമേളങ്ങളോടെ വർണ്ണക്കാവടിയിലകപ്പെടുകയും അങ്ങനെ വലിയ ആഘോഷത്തിമിർപ്പിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചസൂര്യൻ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ചൊരല്പം ചൂട് കുറവുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്കറിയാം അത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം ആണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് തൊട്ടുമുന്നിലായി ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നു. ഒപ്പം വാഹനത്തിന് പിന്നിലായും ആയിരക്കണക്കിന് പ്രവർത്തകർ ആണ് അണിനിരന്നിട്ടുള്ളത്. അവരെല്ലാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എല്ലാവരുടെയും കൈകളിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ്. അത്തരത്തിൽ ആണ് ഈ റാലി ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ റാലി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയും അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇനി രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്താണ് വിമർശനങ്ങൾക്ക് നൽകുന്ന മറുപടി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദേശീയ നേതാവ് എന്ന നിലയിൽ തന്നെ ഒരുപക്ഷെ കേരള വിഷയങ്ങളോ അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളോ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന് മറുപടിയായി നൽകേണ്ടി വരുന്നത്. BJP ദേശീയ തലത്തിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ, ഇതിനെല്ലാം രാഹുൽ ഗാന്ധി മറുപടി നൽകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഈ റോഡ് ഷോ അവസാനിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ തയ്യാറെടുപ്പായിരുന്നു കോൺഗ്രസ് ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി നടത്തിയിരുന്നത്. ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് കഴിയുന്നത്ര UDF പ്രവർത്തകരെ, അനുഭാവികളെ അണിനിരത്താൻ ഈ റാലിയിൽ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു റാലി എന്നതുകൊണ്ട് തന്നെ ആൾക്കൂട്ടങ്ങൾ കൊണ്ട് മറുപടി നൽകുക എന്നത് തന്നെയായിരുന്നു ഈ റാലിയിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് എന്നത് വ്യക്തമാകുന്നു. നേരത്തെ അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ കൽപ്പറ്റയിലെ നഗരവീഥിയിലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് തോന്നുന്നു. അത് UDF-ന്റെ പുഴയായി മാറുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്രമേൽ വലിയ ശക്തി പ്രകടനമാക്കി രാഹുൽ ഗാന്ധിയുടെ വരവിനെ മാറ്റിയിട്ടുണ്ട് UDF. ഇത് തീർച്ചയായും പോളിംഗ് ബൂത്തിലും പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന വലിയ ആത്മവിശ്വാസം കൂടിയാണ് കോൺഗ്രസിന് നൽകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വയനാട്ടിലേക്ക് എത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധി. അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് 20-ൽ 19 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാൻ UDF-ന് സാധിച്ചത്. ഇത്തവണയും കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും കേരളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി 131 ലോക്സഭാ സീറ്റുകൾ ആണുള്ളത്. അതിൽ 20 ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചെടുക്കുക, സ്ഥാനാർത്ഥികളെ UDF-ൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കോൺഗ്രസിന്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം മുന്നണിയായി മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇടതു വലതു മുന്നണികളിൽ നിന്ന് ആര് ജയിച്ചാലും അത് ഇന്ത്യ സഖ്യത്തിന്റെ ബർത്തിലേക്കാണ് പോവുക എന്നത് വസ്തുതയാണ്. എങ്കിൽ പോലും കഴിയുന്നത്ര ആളുകളെ കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ നേട്ടം കൊയ്യാനാകുന്നില്ല എങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് അതിന് മറുപടി നൽകുവാനുള്ള നീക്കം ആണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ